ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായമാണല്ലോ നാം ഇന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും യോജിക്കാത്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇതിൽ 5-ാം അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം വേശ്യാദോഷം എന്നുള്ളതാണ്. ആ സഭയിലെ വിശ്വാസി എന്ന് പേര് പറയുന്ന ഒരുവൻ തൻ്റെ അമ്മയുടെ ഭാര്യയെ തൻ്റെ ഭാര്യയായി വെച്ചുകൊള്ളുന്നു പോൽ. ഇവിടെ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. അപ്പൻ്റെ ഭാര്യ എന്ന് പറയുന്നത് സ്വന്തം അമ്മയല്ല, ഒന്നുകിൽ അപ്പൻ്റെ 2ാം ഭാര്യ ആയിരിക്കാം, ആകാനാണ് സാധ്യത. നമുക്കറിയാം, ആ കാലങ്ങളിൽ ക്രിസ്ത്യാനികളാകുന്നതിന് മുൻപ് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്ന രീതി യഹൂദന്മാരുടെ ഇടയിലും ജാതികളുടെ ഇടയിലും അക്കാലങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ അമ്മ മരിച്ചിട്ട് അപ്പൻ സ്വീകരിച്ച 2ാം ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അപ്പൻ 2ാമത് വിവാഹം കഴിച്ചിരിക്കുന്ന മറ്റൊരു സ്ത്രീ ആയിരിക്കാം. ആ സമൂഹത്തിൽ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിരുന്നു, കൊരിന്ത്യ സഭയുടെ പ്രത്യേകത ധാർമ്മികതയ്ക്ക് യാതൊരു പ്രാമുഖ്യവും അവർ നൽകിയിരുന്നില്ല. വിജാതികളിൽ നിന്ന്, താഴ്ന്ന ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളായവരാണ് അധികവും. യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികൾ ആയവരും ആ കൂട്ടത്തിലുണ്ട്. അവരും ഗ്രീക്കുകാരുമായുള്ള ബന്ധത്തിൽ അവരും അധാർമികമായ ജീവിതം കൂടുതൽ നയിച്ചു വന്നിരുന്ന ആളുകളാണ്. അപ്പം അതിന് എതിരായിട്ടാണ് ഈ ലേഖനം പൗലോസ്ലീഹ എഴുതുന്നത്. അങ്ങനെ ഒരുവൻ ക്രിസ്തുവിൻ്റെ നാമം വഹിച്ചുകൊണ്ട് അക്രൈസ്തവരേക്കാൾ ഹീനമായ പ്രവൃത്തി അഥവാ ജീവിതം നയിക്കുന്ന ആ ഒരുവനെ സഭയിൽ നിങ്ങൾ ചേർത്തുകൊള്ളുന്നു. നമുക്കറിയാം, സഭയെ സംബന്ധിച്ചിടത്തോളം പ്രായം ചെന്ന സ്ത്രീകളെ അമ്മമാരെ പോലെയും യുവതികളെ നിർമ്മല മനസ്സാക്ഷിയോടെ സഹോദരിമാരെ പോലെയും പരിഗണിക്കുക എന്നുള്ളതാണ്. ഭാരതത്തിലെ വിജാതികൾ പോലും ആ രീതിയിലാണ് സ്ത്രീകളോട് ഉള്ള മനോഭാവം അവളുടെ ഗുരുക്കന്മാരൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവനെ ഈ സഭയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ കൊരിന്ത്യയിലെ വിശ്വാസികൾ തയ്യാറാകത്തിന് കാരണം അവർ തമ്മിലുള്ള വിഭാഗീയ ചിന്തകളാണ്. അവൻ അതിലേതെങ്കിലും ഇതിനു മുമ്പുള്ള അധ്യായങ്ങൾ പറഞ്ഞ 4 ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ആളായിരിക്കണം. അതുകൊണ്ട് ആ ഗ്രൂപ്പിൽപ്പെട്ടവർ അവനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പൗലോസ്ലീഹ പറയുന്നു, അവനെ ഉപദേശിച്ചിട്ടും അവൻ മാറുന്നില്ല എങ്കിൽ അവൻ്റെ മേലെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. അവനെ ആ സഭയിൽ നിന്ന് നീക്കിക്കളയണം. ശിക്ഷണത്തിനുള്ള അധികാരം കർത്താവ് സ്ലീഹന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് സൈഹികമായൊരു അധികാരത്തിൻ്റെ പ്രയോഗം നമുക്കിവിടെ കാണാം. കർത്താവ് യേശു മിശിഹായുടെ നാമത്തിൽ ഉള്ള സമ്മേളനത്തിൽ ശിക്ഷണം നടപ്പാക്കുവാനുള്ള നടപടികൾ എടുക്കുവാനുള്ള ആത്യന്തികമായ അധികാരം സഭയ്ക്കുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യനെ പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അവന് പ്രതികൂല സാഹചര്യങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ വന്നിട്ട് അവനൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ്. 1 തീമോഥെയോസ് 1:20 2 വ്യക്തികളെക്കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുന്നു, അവരെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കണം, അവർക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ. സഭയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ
അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും രോഗങ്ങളോ കഷ്ടതകളോ വരുന്നതിലൂടെ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള വഴി അവർക്കൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ അങ്ങനെ ശിക്ഷിക്കാൻ പറയുന്നതല്ലാതെ അവർ നശിച്ചു പോകുന്നതിന് വേണ്ടിയല്ല. ഈ ശിക്ഷയുടെ പിന്നിലും സ്നേഹമാണ് നിലനിൽക്കുന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, കോപം ശിക്ഷ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നമുക്ക് ഒരാളോടുള്ള വെറുപ്പിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന് ഒരാളോട് കോപിക്കാനും ശിക്ഷിക്കാനും നമുക്ക് സാധിച്ചേക്കാം. രണ്ട്, സ്നേഹത്തിൽ നിന്നതുണ്ടാവും. നമ്മൾ മാതാപിതാക്കൾ മക്കളോട് കോപിക്കുകയും ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ അത് സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരമാണ്. ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നവനെ സംബന്ധിച്ച, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വേദനയാണ്, അല്ലെങ്കിൽ അവർക്ക് മാനസികമായ സമ്മർദ്ദമായിരിക്കാം. പക്ഷേ ശിക്ഷിക്കുന്ന മാതാപിതാക്കൾക്കൊരു ഉദ്ദേശമുണ്ട്. അത് അവൻ്റെ ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു ചേട് തളിക്കുന്നവന് മറുചേട് കാണിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിച്ച കർത്താവ് യെരുശലേം ദേവാലയത്തിൽ ചാട്ടവാറെടുക്കുകയും അടിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ആ സ്നേഹത്തിൻ്റെ ശിക്ഷണത്തിൻ്റെയും പിന്നിലുള്ള വികാരം സ്നേഹമാണ്. എന്നാൽ കായേൻ ഹാബേലിനോട് കോപിച്ചത് സ്നേഹത്തിൽ നിന്നുണ്ടായ കോപമല്ല, അതവനെ നശിപ്പിച്ചു കളയുവാനുള്ള അസൂയയിൽ നിന്നുണ്ടായതായ കോപമാണ്. അപ്പോൾ ഇതുപോലെ സഭ നൽകുന്ന ഓരോ ശിക്ഷണത്തെയും ആൾ നന്നാകാൻ വേണ്ടിയാണെന്നുള്ള ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതാണ്. അഥവാ അല്ലെങ്കിൽ ആ ശിക്ഷണ നടപടികളുടെ പിന്നിലും സ്നേഹമായിരിക്കണം അവരെ നയിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പിന്നെ പൗലോസ്ലീഹ ഇവിടെ പുളിപ്പിനെക്കുറിച്ചാണ് പറയുക. ഇതിനു മുമ്പുള്ള സുവിശേഷങ്ങളിൽ രണ്ട് അർത്ഥത്തിൽ പുളിപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് നന്മയുടെ പ്രതീകമായും രണ്ട് തിന്മയുടെ പ്രതീകമായും. സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമയിൽ ഒരു സ്ത്രീ ഒരു കുടം മാവിൽ അല്പം പുളിപ്പ് ചേർത്തെന്നും ആ മാവ് മുഴുവൻ പുളിച്ച് രുചിയുള്ളതായി തീർന്നെന്നും പറയുന്നു. സ്വർഗരാജ്യം അങ്ങനെയാണ്. ഒരു വ്യക്തി നല്ലതായിരുന്നാൽ, നന്മയായിരുന്നാൽ അവനുമായി ബന്ധപ്പെട്ടവരൊക്കെ ആ അവസ്ഥയിലേക്ക് അനുഗ്രഹകരമായിട്ട് തീരാൻ സാധിക്കും. എന്നാൽ ഒരു വ്യക്തിയുടെ തിന്മയും അപ്രകാരം തന്നെ ആ കുടുംബത്തെയും സഭയെയും സമൂഹത്തെയൊക്കെ ദോഷകരമായി ബാധിക്കാൻ കാരണമാവും. ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഈ മനുഷ്യൻ ഒരു തിന്മയാകുന്ന പുളിപ്പാണ്. അവൻ്റെ ആ പ്രവൃത്തി മറ്റുള്ളവരിലേക്കും ആ തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവനെ പുറത്താക്കാൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ മനുഷ്യനോടുള്ള ആ വെറുപ്പ് കൊണ്ടല്ല, അത് സഭയുടെ വിശുദ്ധിയെ ബാധിക്കുന്നത് കൊണ്ടാണ് അവനെ അവിടെ നിന്ന് പുറത്താക്കാൻ പൗലോസ്ലീഹ ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് പഴയ പുളിമാവ് കൊണ്ട് അല്ല, ദുഷ്ടതയും കയ്പുമാകുന്ന ആ പഴയ പുളിമാവല്ല, പിന്നെയോ സ്നേഹത്തിൻ്റെ ആ വലിയ ആ പുളിമാവാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാവേണ്ടതെന്ന സത്യം പൗലോസ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ 9-ാം വാക്യത്തിൽ പറയുന്നു, ഇതിനു മുൻപൊരു ലേഖനം, ഈ വ്യഭിചാരം എന്ന ചിന്തയെക്കുറിച്ചൊരു ലേഖനം പൗലോസ്ലീഹ ഈ സഭയ്ക്ക് എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷേ ആ ലേഖനം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് വേദപുസ്തകത്തിൽ ലഭിക്കുമായിരുന്നു. അത് എങ്ങനെയോ അത് നഷ്ടപ്പെട്ട് കാണണം. പിന്നെ പൗലോസ്ലീഹ പറയുന്നു, ഞാൻ ഇങ്ങനെയുള്ളവരിൽ നിന്ന് വിട്ടുമാറാൻ പറഞ്ഞത് ഈ ഭൂമിയിലുള്ള ലോകത്തിലുള്ള വിജാതീയരായ അസന്മാർഗികളുമായോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള തൊഴിൽപരമായോ മറ്റേതെങ്കിലും രീതിയിലുള്ള ആ ഇടപാടുകളിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ല. അങ്ങനെ മാറേണ്ടി വന്നാൽ നമുക്ക് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനാവില്ല, അത് അസാധ്യമാണ്. എന്നാൽ സഹോദരനായ ഒരുവൻ, അഥവാ ക്രൈസ്തവ സഭയിൽപ്പെട്ട ഒരുവൻ, സഭാ സമൂഹത്തിൽപ്പെട്ട ഒരുവൻ ഇപ്രകാരം പ്രവർത്തിക്കുന്നെങ്കിൽ, അസന്മാർഗീയമായ രീതിയിലൂടെ സഞ്ചരിക്കുന്നെങ്കിൽ,
അവന് അങ്ങനെയുള്ളവരുമായി അശേഷം ബന്ധം പാടില്ല എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞ് അവരോട് ചേർന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ട് അവരെ അങ്ങനെ മാറ്റി നിർത്തുമെന്ന് ചോദിച്ചാൽ അവർക്ക് മാനസാന്തരമുണ്ടായി, അവരൊറ്റപ്പെട്ടു എന്ന് ബോധ്യമുണ്ടായി. അവർ സമൂഹത്തിലേക്ക്, സഭയിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി മുമ്പേ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ആ രീതിയിലാണ് അതിനെ കാണുന്നത്. 12-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, പുറത്തുള്ളവരെ അക്രൈസ്തവരെ വിധിപ്പാൻ എനിക്കെന്താണ് അധികാരം? അവരെ ദൈവം ഇത് വിധിച്ചുകൊള്ളും. അകത്തുള്ളവരെ, എൻ്റെ മക്കളെ, ഞാൻ ജനിപ്പിച്ചവരെ, അല്ല തൻ്റെ സുവിശേഷ പ്രസംഗ മുഖാന്തരം താൻ രൂപാന്തരപ്പെടുത്തി രൂപീകരിച്ച സഭയിലെ അംഗങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. അപ്പം ആ വലിയ ശക്തമായ ധാർമ്മികമായ ഉപദേശമാണ് 5-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ ഇവിടെ നൽകുന്നത്. ക്രൈസ്തവ സഭയിലെ ഇന്നത്തെയും പ്രശ്നം നമുക്കറിയാം. അധാർമികമായ രീതികളാണ് പ്രവർത്തനങ്ങളിൽ പോലും, അല്ലെങ്കിൽ വിശ്വാസികളെന്ന് പറയുന്നവരുടെ ജീവിത രീതിയിലും പലപ്പോഴും കാണുന്നത്. അതിനെ ശക്തമായി എതിർക്കുകയും അങ്ങനെയുള്ളവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും അവർ മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു ശിക്ഷ എന്നവർക്ക് ബോധ്യമാവുകയും വേണം. നമ്മൾ മാതാപിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ ശിക്ഷ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ തെറ്റുകളെ അവർ തിരുത്തുകയും വീണ്ടും മാതാപിതാക്കളോട് ചേർന്ന് അവർ വസിക്കുകയും ചെയ്യുന്നത് പോലെ, നമുക്കല്ലാതെ അവരെ ആത്യന്തികമായി വെറുത്ത് നമുക്ക് പുറന്തള്ളാൻ വേണ്ടിയിട്ടല്ല. എന്നാൽ ഇപ്പോൾ സഭയിലുണ്ടാകുന്നതായ പല പ്രശ്നങ്ങളും തർക്കങ്ങളും കലഹങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ വെറുപ്പും വിദ്വേഷവും പകയുമാണ്. അതിൻ്റെ ഒരു വികാരമായി, ആ വികാരത്തിൽ നിന്നാണ് ഇതൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത്. അതൊരിക്കലും പാടില്ലാത്തതാണ്. എല്ലാ ശിക്ഷണ നടപടികളുടെയും പിന്നിലെ ചേതോവികാരം സ്നേഹമെന്ന് പറയുന്നൊരു വികാരമായിരിക്കണം. അതല്ലാതെ മറ്റൊരു വികാരത്തിൽ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ക്രൈസ്തവ സഭയ്ക്കോ സമൂഹത്തിനോ അധികാരമില്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഇന്ന് ഈ പൗലോസ്ലീഹായുടെ ഈ ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അകൽച്ചയോ ഉണ്ടെങ്കിൽ അത് ഏത് വികാരത്തിൽ നിന്നുണ്ടായി എന്ന് ഒന്ന് ചിന്തിക്കുവാൻ നമുക്കിടയായിത്തീരണം. പ്രത്യേകിച്ച് നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മളൊക്കെയും ഈ ദിവസങ്ങളിൽ കുമ്പസാരിക്കുന്നവരൊക്കെയാണല്ലോ. അപ്പം അതുകൊണ്ട് ഏത് വികാരത്തിൽ നിന്നാണ് നമ്മൾക്ക് പാപം ചെയ്യാനിടയായിട്ടുണ്ടെന്ന് വെച്ചാൽ അത് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഒരു ശുദ്ധീകരണം പ്രാപിപ്പാൻ നമുക്കിടയായിത്തീരണം. കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ്ലീഹ എഴുതിയ ഈ വലിയ ഉപദേശം നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ. പിന്നെ ഇവിടെ വ്യഭിചാരമെന്ന് പറയുന്നത് പരസ്യമായുള്ളൊരു ബന്ധമാണ്. എന്നാൽ രഹസ്യത്തിലും ഇതേ പാപം നമ്മൾ സംഭവിക്കുന്നുവെന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചു. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം. അവിടെ കർത്താവ് പറയുന്നു, കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നു, മോഹിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. മോഹം എന്ന ചിന്ത അത് മനസ്സിൽ വെച്ചുകൊണ്ട്, അങ്ങനെ ഒരു മോഹത്തോടെ പുരുഷൻ സ്ത്രീയെയോ സ്ത്രീ പുരുഷനെയോ നോക്കുമ്പോഴും അത് വ്യഭിചാരം തന്നെയാണ്. പ്രവൃത്തിപരമായി അവിടെ ചെയ്തില്ലെങ്കിലും ചിന്താപരമായ പാപത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെയുള്ള പാപങ്ങളും അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സഭയിലോ സമൂഹത്തിലോ ജീവിക്കുവാൻ നമുക്ക് അവകാശമില്ല. അപ്പം ശാരീരിക, ബാഹ്യ, ആന്തരിക വിശുദ്ധിയാണ് കൂടുതൽ കർത്താവ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ ഇപ്രകാരമുള്ള ഒരു തെറ്റായ പ്രവൃത്തി നടന്നെങ്കിൽ മാത്രമേ ശിക്ഷയുള്ളൂ. പുതിയ നിയമത്തിൽ എന്താ നടക്കണ്ട, നടത്താൻ മനസ്സിൽ നിരൂപിച്ചാൽ പോലും ആ പ്രവൃത്തി ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ കൂടുതൽ ആളുകളിലും ഇന്ന് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് ആന്തരികമായ അശുദ്ധിയാണ്. ബാഹ്യമായി ഒരുപക്ഷെ മാന്യന്മാരെ പോലെ നമുക്ക് ജീവിക്കാൻ സാധിച്ചേക്കാം. ഇവിടെ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. അതുകൊണ്ട് അപ്രകാരമുള്ള എല്ലാ ദുഷ്ടവിചാരങ്ങളെയും ദുശ്ചിന്തകളെയും മനസ്സിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയവുമായി ഈ നോമ്പ് കഴിയുമ്പോഴേക്കും ഈ സഭയിലും സമൂഹത്തിലും ജീവിക്കാൻ സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ.
എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേദഭാഗം ഇന്ന് പ്രാവശ്യം വായിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു.